നിങ്ങൾ എല്ലാവരും ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എവർഗ്രീൻ വോയിസിന്റെ പ്രോഗ്രാമാണ് ഇവിടെ തുടങ്ങാൻ പോകുന്നത്. ഞങ്ങൾ ഇത് വെറും ഒരു അരമണിക്കൂറിനുള്ളിൽ ഞങ്ങൾ അണിയിച്ചൊരുക്കിയ പ്രോഗ്രാമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അഭ്യർത്ഥന പ്രകാരമാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഈ പ്രോഗ്രാമിന് വേണ്ടി നന്ദി പറയാനുള്ളത്, ഞങ്ങൾക്ക് പെട്ടിയും കുപ്പായം തന്ന കപ്പ്യാർക്കും, നിക്കറും ഗിറ്റാറും തന്ന ജെറിനും, കുപ്പി തരപ്പെടുത്തി തന്ന എല്ലാ മാന്യരായ കുടിയന്മാർക്കും, ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾക്ക് ഈ മുണ്ട് തരപ്പെടുത്തി തന്ന മാധ്യമകോശി അങ്കിളിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഇതാ ഇവിടെ ആരംഭിക്കുകയാണ്. ഇതൊക്കെയാണെങ്കിൽ പക്ഷേ എന്റെ കുഞ്ഞിൽ ഇന്ന് വരെ ഇടവകയിൽ പാടാൻ ഒരു അവസരം കൊടുത്തിട്ടില്ല. അങ്ങനെ മാത്രം എന്താണ് കഴിഞ്ഞ വർഷം ദുഃഖ വെള്ളിയാഴ്ചക്ക് ഇവന് പീഡാനുഭവത്തിന് കർത്താവിന്റെ പാട്ട് പാടാൻ ഞാൻ അവസരം കൊടുത്തു. ഇതൊക്കെയാണെങ്കിൽ പക്ഷേ എന്റെ കുഞ്ഞിൽ ഇന്ന് വരെ ഇടവകയിൽ പാടാൻ ഒരു അവസരം കൊടുത്തിട്ടില്ല. അറിയാപ്പാപ്പൻ അങ്ങനെ മാത്രം പറയരുത്. എന്താണ് കഴിഞ്ഞ വർഷം ദുഃഖ വെള്ളിയാഴ്ചക്ക് ഇവന് പീഡാനുഭവത്തിന് കർത്താവിന്റെ പാട്ട് പാടാൻ ഞാൻ അവസരം കൊടുത്തു. ഇവൻ എന്താ പാടിയെന്നൊന്ന് ചോദിച്ചു പാടിക്കേ. യേശുവിനെ യൂതന്മാർ കുനകുന കുനകുന കുത്തി, 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 കുനകുന കുത്തി ഹേ ഹേ കുനകുന കുത്തി, കുനകുന കുത്തി ഹേ ഹേ കുനകുന കുത്തി ഹേ ഹേ കുനകുന കുത്തി കുനകുന കുത്തി ഹേ ഹേ. ഇവ പാടി തീരെ ഇടവകയിലെ ഒരു സംഘം ആൾക്കാർ പിച്ചാത്തിയായിട്ട് എന്നെ കുനുവിനെ കുത്താനായി. പാട്ടുടെ കഴിവ് വിശന്നിട്ട് രക്ഷയില്ല. കറിയപ്പ കഴിക്കാൻ എന്തെങ്കിലും ഒലക്കി വെച്ചിട്ടുണ്ട്. പ്രകൃതി സംഗീതമായിട്ടൊന്ന് ലയിക്കാൻ പോവുക. പ്രകൃതി സംഗീതമായിട്ടൊന്ന് ലയിക്കാൻ പോവുക. അച്ഛൻ അതല്ല, ഞാൻ ഞാൻ ഒന്ന് പെട്ടിയാ. ഇതൊന്ന് പിടിച്ചെടുക്കണം. ഇതിനകത്ത സാധനം അതൊന്നും ഇവിടെ എടുക്കാനുള്ളതല്ല. അത് എന്റെ വീട്ടുകാർക്ക് കൊടുക്കാനുള്ള, എന്റെ അച്ഛന് കൊടുക്കണം. ശല്യപ്പെടുത്താതെ മൈക്ക്. എടി ഞാൻ പറഞ്ഞോട്ടെ, ആദ്യം 2 പ്രാവശ്യം ശല്യം ചെയ്തില്ലേ, അതിന്റെ സോറി പറയാൻ വന്ന. ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ട്. സമയാസമയം മരുന്നും ആഹാരവും എല്ലാം കൊടുക്കുന്നു. പക്ഷെ മരുന്ന് കഴിക്കുന്നില്ല. മരുന്ന് കഴിക്കുന്നില്ല. ഇപ്പൊ ഞാനിപ്പോ ഉദാഹരണത്തിന് ഇങ്ങനെ മറ്റേ സാധനം ഞാന് നമ്മുടെ അപ്പച്ചന് മരുന്ന് എങ്ങനെയാണെന്നറിയാം കൊടുക്കുന്നത്. എന്റെ ഇവിടെ അരിച്ചൊരു ഒഴിഞ്ഞ കുപ്പി ഉണ്ടായി. ആ കുപ്പിയിൽ മരുന്ന് ഒഴിച്ച് ഞാൻ മിക്സ് ചെയ്യും. എന്നിട്ട് അപ്പച്ചന്റെ മുമ്പ് കൊണ്ട് കാണിച്ചിട്ട് അപ്പച്ചന്റെ പറഞ്ഞു, അപ്പച്ച നോക്കിയാണ്. അപ്പച്ചൻ പറഞ്ഞു എന്താണ്? ഞാനെന്നറിയാമോ അങ്ങ് കുടിക്കും. എന്നിട്ട് അപ്പച്ചന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. അപ്പച്ചൻ കുടിക്കൂല, നിർബന്ധിച്ച് കുടിക്കും. അങ്ങനെ അപ്പച്ചന് വീണ്ടും പറ്റിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും എടുത്ത് അരിച്ച് വീണ്ടും അപ്പച്ചന് മരുന്ന് കൊടുക്കണ്ടേ? അപ്പച്ചൻ കുടിക്കൂല, അങ്ങനെ. അയ്യോ അതെ, ഞാൻ ഇവിടെ ആണെങ്കിലും നാട്ടിലാണെങ്കിലും അവർക്ക് കൊടുക്കാതെ കുടിക്കൂല. കാരണന്മാർക്ക് കൊടുക്കാതെ കുടിക്കാൻ പാടില്ല. എല്ലാവരും ഇനി വന്ന് അതെ അച്ഛാ,
ക്രിസ്മസ് പ്രമാണിച്ച് ഒരു ബാഡ് ന്യൂസ് പറയാനുണ്ട്. ആരും വിഷമിക്കരുത്. ഇല്ല, ഞാനത് പറയാൻ പോകും. മനസ്സ് വിഷമിക്കരുത്. ഇല്ല പറ. കപ്പ തീർന്നു പോയി. എന്നെ വിട്ടുപോയേ, എന്നപ്പൻ എന്നെ വിട്ടുപോയേ, എന്നപ്പൻ എന്നെ വിട്ടുപോയേ, എന്നപ്പൻ എന്നെ വിട്ടുപോയി. എനിക്കിനി ആരുണ്ട്, എനിക്കിനി ആരുണ്ട്, എനിക്കിനി ആരുണ്ട്. എന്നെ വിട്ടുപോയില്ലേ, ഈ അപ്പൻ എന്നെ വിട്ടുപോയില്ല. എന്റെ അപ്പൻ എന്നെ വിട്ടുപോയില്ല.